കർത്താവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ആരാധനക്രമ വർഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആരാധന ഭാഷയായ സുറിയാനിയെ കൂടുതൽ അടുത്തറിയുവാനും ഭാഷ പഠിക്കുവാനുമായിട്ട് നാം ഈ ഒരു വർഷക്കാലം സുറിയാനി പഠന പരമ്പരയിൽ നാം ഓരോരുത്തരും പങ്കുചേരുകയാണല്ലോ. അതിൻ്റെ ഭാഗമായുള്ള ആദ്യത്തെ പരീക്ഷ ജൂലൈ മാസം 5-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2 മുതൽ 4 മണി വരെ നമ്മുടെ ഇടവക തലത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. അതിലേക്കായിട്ട് 1 മുതൽ 25 വരെയുള്ള എപ്പിസോഡുകളാണ് പരീക്ഷയ്ക്കായിട്ട് നാം ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, ജൂൺ മാസം 28-ന് മുൻപായിട്ട് പരീക്ഷ എഴുതുവാൻ ആഗ്രഹിക്കുന്നവരുടെ പേര്, അഡ്രസ്സ്, ഇടവക, രൂപത, നിങ്ങളുടെ വാട്സപ്പ് നമ്പർ എന്നിവ ചുവടെ കാണുന്ന നമ്പറിലേക്ക് അയച്ചു തരണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. തോ ബശ്ലോം ലെഹെർഗോദ് എസ്രീൻ ഉ ഷബുവോ ദലേശോനോ സുറിയോയോ. സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ 27ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ആദ്യം പഠിച്ചത് പള്ളിയും സഭയുമായി ബന്ധപ്പെട്ട ഏതാനും വാക്കുകളാണ്. ഇപ്രാവശ്യവും അതുപോലെ പൗരോഹിത്യ തിരുവസ്ത്രങ്ങളെപ്പറ്റിയുള്ള പ്രീസ്ലി വെസ്റ്റ്മെൻസുമായി ബന്ധപ്പെട്ട ഏതാനും വാക്കുകൾ പഠിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. പൈനോ, വിശുദ്ധ കുർബാന ചെല്ലാനായിട്ട് ഉപയോഗിക്കുന്ന കാപ്പയുടെ സുറിയാനി വാക്കാണ് പൈനോ. ഇനിയും അച്ഛന്മാരുടെ സാധാരണ കുപ്പായത്തിൻ്റെ മുകളിൽ ഒരു നെറ്റ് പോലത്തെ വെള്ളക്കുപ്പായം ഇടും. അതിൻ്റെ പേരാണ് കുത്തീനോ. ആൽബ് അല്ലെങ്കിൽ വെള്ളക്കുപ്പായം എന്നൊക്കെ പറയുന്ന കുത്തീനോ. അത് ഈസ്റ്റ് സിറിയക്കിലാണ് കൊത്തീന എന്ന് പറയുന്നത്. നമ്മൾ ഈസ്റ്റ് സിറിയക്ക് വാക്കുകൾ ഉപയോഗിച്ച് ശീലിച്ചതുകൊണ്ടാണ് കുത്തീനോ എന്ന് പറയാതെ കൊത്തീന എന്ന് പറയുന്നത്. ഇനിയും വീണ്ടും നമ്മൾ സാധാരണ തെറ്റിച്ചു പറയുന്ന ഒരു വാക്കാണ് ഹൈമിനിയ എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ ശരിയായ വാക്ക് ഹംനീക്കോ എന്നാണ്. ഹംനീക്കോ, അതായത് കറുത്തകുപ്പായവും അതിൻ്റെ കൂടെ ഇടുന്ന ഹംനീക്ക. വീണ്ടും ഷമ്മാശന്മാർ ഈ ആൽബിൻ്റെ മുകളിൽ, നെറ്റുകുപ്പായത്തിൻ്റെ മുകളിൽ ഇടുന്ന ഇതാണ് ഊറോറോ. അത് ഓരോ പട്ടത്തിനനുസരിച്ച് വ്യത്യസ്ത രീതിയിൽ ഈ ഊറോറോ ധരിക്കുന്നു. വീണ്ടും ഈസ്റ്റ് സിറിയക്കിൻ്റെ സ്വാധീനം കൊണ്ടാണ് നമ്മൾ ഊറാറ എന്ന് പറയുന്നത്. വെസ്റ്റ് സിറിയക്കിൽ അത് ഊറോറോ. ഇനിയും ഹംനീക്കോ ധരിച്ചതിന് ശേഷം അച്ഛൻ അരക്കെട്ട് കെട്ടും. ഇടക്കെട്ട് അല്ലെങ്കിൽ അരക്കെട്ട് ഗേഡിൽ, അതാണ് സൂനോറോ. മാതാവിൻ്റെ ഇടക്കെട്ട് തോമാശ്ലീഹായ്ക്ക് സ്വർഗാരോപണത്തിൻ്റെ സമയത്ത് ഇട്ടുകൊടുത്തു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഒരു അപ്പോക്രിഫൽ ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തിരുശേഷിപ്പ് മണർകാട് പള്ളിയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് സൂനോറോ, മാതാവിൻ്റെ സൂനോറോ എന്ന പേരിൽ അത് അവിടെ വണങ്ങപ്പെടുന്നുണ്ട്. ഇടക്കെട്ട് അല്ലെങ്കിൽ അരക്കെട്ട് എന്നുള്ളതിൻ്റെ പേരാണ് സൂനോറോ. അടുത്തതാണ് കയ്യുറ. അതാണ് സെൻദോ എന്നാണ് പറയുന്നത്. കയ്യുറയുടെ സുറിയാനി വാക്ക് സെൻദോ. ഇനിയും കുർബാന ചെല്ലാൻ വേണ്ടി പ്രത്യേകം ചെരുപ്പുകളുണ്ട്. അത് കാപ്പയുടെ കളറിൽ തന്നെയാണ് അത് നിർമ്മിക്കുന്നത്. മുസോനോ എന്നാണ് ആ ചെരുപ്പിനെ പറയുന്നത്. മുസോനോ. ഇനിയും തിരുമേനിമാരെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ തലയിലെ മുകളിലേക്ക് ഇത് വലിച്ചിടും. പിന്നീട് അത് താഴ്ത്തും. പ്രത്യേകിച്ച് ഏവങ്കേലിയൻ വായിക്കുമ്പോൾ അത് താഴ്ത്തി വയ്ക്കും. വിശുദ്ധ കാസയും പീലാസായും ഈ കബലാന കൊണ്ട് മൂടുന്ന സമയത്ത് ഇത് തല മൂടും. അതിൻ്റെ പേരാണ് മസ്നപ്സ അല്ലെങ്കിൽ മസ്നപ്തോ എന്നാണ് അത് പറയുന്നത്. ശരിയായി ഇതാണ് അതുകൊണ്ട് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മളുടെ നാട്ടിൽ മസ്നബ്സ എന്ന് പറയുന്നത് കൊണ്ട് ഇപ്പോൾ മനസ്സിലാക്കി വരുന്നത് തിരുമേനിമാരിടുന്ന ആ കറുത്ത അത് വെള്ള കുരിശുകളുള്ള തുണിയാണ് മനസ്സിലാക്കി വരുന്നത്.
ശരിക്കും ഈ സുറിയാനി വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ താഴേക്ക് ഇടുകയും മുകളിലേക്ക് കയറ്റിയിടുകയും ചെയ്യുന്ന കാപ്പയുടെ ഭാഗമായ തുണിയാണ്. ഇനിയും തിരുമേനിമാരുടെ അംശവടിയുടെ സുറിയാനിയാണ് ഹുത്രോ. ഹുത്രോ ആണ് അംശവടി. ഇനിയും തിരുമേനിമാർക്ക് മാത്രമുള്ളതാണ് കാപ്പയുടെ ഭാഗമായിട്ട് ഊറോറോ റാബോ. ഹംനിക്ക പോലെ മുന്നിലേക്കുമുണ്ട് പുറകിലേക്കും കിടക്കുന്ന ഇതിനെയാണ് ഊറോറോ റാബോ എന്ന് പറയുന്നത്. ഇനിയും കുബ് ഊനോ. കുബ് ഊനോ ഇത് തിരുമേനിമാർ ധരിക്കുന്ന കറുത്ത പൊങ്ങിയിരിക്കുന്ന തൊപ്പിയാണ്. ഇതിന് മുടിത്തൊപ്പി അല്ലെങ്കിൽ സാധാരണക്കാർ മത്തങ്ങാമുടി എന്നൊക്കെ പറയാറുണ്ട്. ഈ സവാള പോലെ ഇരിക്കുന്ന കറുത്ത തൊപ്പിയാണ് കുബ് ഊനോ. ഇനിയും തിരുമേനിമാർ ധരിക്കുന്ന നമ്മൾ മസ്നബ്സ എന്ന് പറയുന്ന കറുത്ത കളറുള്ള 12 കുരിശുള്ള കറുത്ത തുണിയിൽ വെള്ള കളറിൽ 12 കുരിശും പുറകിൽ മഞ്ഞ കളറിലെ ഒരു വലിയ കുരിശുമുള്ള ഇതിൻ്റെ പേര്, ശരിയായ പേര് എസ്കീമോ എന്നാണ്. മൊണാസ്റ്റിക് ഹാബിറ്റ്. ഇത് സന്യാസ വസ്ത്രത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് റംബാന്മാരും ഈ എസ്കീമോ ധരിക്കുന്നത്. നമ്മളുടെ നാട്ടിൽ ഇതാണ് മസ്നബ്സ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് വാക്കുകൾ അവസാനിപ്പിച്ച് നമുക്ക് ഗ്രാമർ പോർഷനിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് സാർവനാമിക പ്രത്യയങ്ങളായിരുന്നു. സാർവനാമിക പ്രത്യയങ്ങൾ 2 തരമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒകാരത്തിൽ അവസാനിക്കുന്ന നാമങ്ങളോട് ചേർക്കുന്ന സാർവനാമിക പ്രത്യയങ്ങൾ, എകാരത്തിൽ അവസാനിക്കുന്ന നാമങ്ങളോട് ചേർക്കുന്ന സാർവനാമിക പ്രത്യയങ്ങൾ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ pronominal suffixes attached to nouns ending in the vowel o and pronominal suffixes attached to nouns ending in the vowel a. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് തൃതീയ പുരുഷൻ മാസ്കുലിനും ഫെമിനിനും സിംഗുലറും പ്ലൂറലുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. അത് ഏഹ് ഹിസ് അവൻ്റെ, ഹൂൻ അവരുടെ മാസ്കുലിൻ, ഓഹ് ഹേർ അവളുടെ, ഹേൻ അവരുടെ ഫെമിനിൻ. ഇനിയും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് സെക്കൻഡ് പേഴ്സൺ ആണ്. പുല്ലിംഗവും സ്ത്രീലിംഗവും ഏകവചനവും ബഹുവചനവും. ഇംഗ്ലീഷിൽ മാസ്കുലിൻ സിംഗുലർ പ്ലൂറൽ, ഫെമിനിൻ സിംഗുലർ പ്ലൂറൽ, സെക്കൻഡ് പേഴ്സൺ, പ്രൊനോമിനൽ സഫിക്സസ് അറ്റാച്ച്ഡ് നൗൺസ് ഇൻ ദ വവൽ എൻഡിങ് ഇൻ ദ വവൽ ഓ. ഓക്ക് കൂൻ, നിൻ്റെ സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ, ഓക്ക് നിൻ്റെ. നിങ്ങളുടെ സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ കൂൻ, ഓക്ക് കൂൻ. ഇനി സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ ഏക്ക്. അവിടെ ശ്രദ്ധിക്കേണ്ടത് അവസാനം ഒരു യൂതുണ്ട് കോഫ് എന്ന അക്ഷരത്തിന് ശേഷം. ഏക്ക് കേൻ. ഇനിയും ഇത് നാമങ്ങളോട് ചേർക്കുന്നത് നാമങ്ങളുടെ അവസാനത്തെ ഓ എന്ന സ്വരവും അവസാനത്തെ ഓലഫും നീക്കം ചെയ്യുമ്പോൾ ലഭിക്കുന്ന രൂപത്തോടാണ്. ഉദാഹരണമായി മൽക്കോ എന്ന പദത്തോട് ചേർക്കുമ്പോൾ അവസാനത്തെ ഓലാഫും ഓ എന്ന സ്വരവും കളയുമ്പോൾ മൽക്ക് ഈ വാക്കിനോടാണ് ചേർക്കുന്നത്. മൽക്കോക്ക്, മൽക്ക് കൂൻ, മൽക്കേക്ക്, മൽക്ക് കേൻ. ഇതോടൊപ്പം തന്നെ പ്രിപ്പോസിഷൻസിനോടും ചില പ്രിപ്പോസിഷൻസിനോടും ഈ സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കാറുണ്ട്. ഉദാഹരണമായി മെൻ, ഫ്രം എന്നർത്ഥമുള്ള പ്രിപ്പോസിഷനോട്. മെൻ പ്ലസ് ഓക്ക്, മേനോക്ക്.
മെൻ പ്ലസ് കൂൻ, മെൻ കൂൻ, ഫ്രം യു, നിങ്ങളിൽ നിന്ന്. മെൻ പ്ലസ് ഏക്, മേനേക്, ഫെമിനിൻ. മെൻ പ്ലസ് കേൻ, മെൻ കേൻ, നിങ്ങളിൽ നിന്ന്, ഫെമിനിൻ, പ്ലൂറൽ. എന്ന പ്രിപ്പോസിഷൻസിനോട് ചേർക്കുമ്പോഴുള്ള നമുക്ക് നോക്കാം. ആമോക്, വിത്ത് യു, നിന്റെ കൂടെ, മാസ്കുലിൻ, സിംഗുലർ. അംകൂൻ, നിങ്ങളുടെ കൂടെ, വിത്ത് യു, മാസ്കുലിൻ, പ്ലൂറൽ. ആമേക്, നിന്റെ കൂടെ, ഫെമിനിൻ, സിംഗുലർ. അംകേൻ, വിത്ത് യു, നിങ്ങളുടെ കൂടെ, ഫെമിനിൻ, പ്ലൂറൽ. ഇതോടൊപ്പം തന്നെ വിഭക്തികളായ ബേത്ത്, ലോമാത്, ദോലാത് എന്നിവയോടും ഈ ഒകാരാന്ത്യനാമ സാർവനാമിക പ്രത്യയങ്ങളാണ് ചേർക്കുന്നത്. ലോമാദിനോട് ചേർക്കുന്നത് നമുക്ക് നോക്കാം. ലോക്, നിന്നോട്, നിന്നെ, നിനക്ക്, ടു യു, ഫോർ യു. ലുക്കൂൻ, നിങ്ങളോട്, നിങ്ങളെ, നിങ്ങൾക്ക്. ലേക്ക്, ടു യു, ഫോർ യു, ഫെമിനിൻ, നിന്നോട്, നിന്നെ, നിനക്ക്. ലിക്കേൻ, ഫെമിനിൻ, പ്ലൂറൽ, നിങ്ങളോട്, നിങ്ങളെ, നിങ്ങൾക്ക്, ടു യു, ഫോർ യു. ഇതുപോലെ തന്നെ ബേത്തിനോടും ചേർക്കാം, നോക്കാം. ബോക്ക്, സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ, സിംഗുലർ. ബൈ യു, വിത്ത് യു, ഇൻ യു, അറ്റ് യു, നിന്നാൽ, നിന്നിൽ എന്നൊക്കെയാണ് ബോക്ക്. സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ, പ്ലൂറൽ. ബുക്കൂൻ, നിന്നാൽ, നിന്നിൽ. ബൈ യു, വിത്ത് യു, ഇൻ യു, അറ്റ് യു. ബേക്ക്, ബൈ യു, വിത്ത് യു, ഇൻ യു, അറ്റ് യു. സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ, സിംഗുലർ, നിന്നാൽ, നിന്നിൽ. ബിക്കേൻ, നിന്നാൽ, നിന്നിൽ. ബൈ യു, വിത്ത് യു, ഇൻ യു, അറ്റ് യു. സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ, പ്ലൂറൽ. നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് സംഗ്രഹിക്കാം. അതിനു മുമ്പ് ഫസ്റ്റ് പേഴ്സണും കൂടെ പഠിച്ചതിന് ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. സെക്കൻഡ് പേഴ്സൺ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഫസ്റ്റ് പേഴ്സൺ കോമൺ ജെൻഡറാണ്, സിംഗുലറും പ്ലൂറലും. അതിന് മാസ്കുലിനും ഫെമിനിനും ഇല്ല, പുല്ലിംഗവും സ്ത്രീലിംഗവും ഇല്ല. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ. യൂത്, ആൻ. യൂത് എൻ്റെ, ആൻ ഞങ്ങളുടെ. ഇതും ചേർക്കുന്നത് ഓലാഫും ഓ എന്ന സ്വരവും നീക്കം ചെയ്യുമ്പോൾ ലഭിക്കുന്ന രൂപത്തോടാണ്. മൽക്കോയോട് ചേർക്കുമ്പോൾ അവസാനത്തെ ഓലഫും യൂതും നീക്കി മൽക്ക് എന്ന രൂപത്തോട് ചേർക്കുന്നു. മൽക്ക്, അവസാനം ഒരു യൂത് ചേർക്കുന്നു. നമ്മൾ ഉച്ചാരണ നിയമങ്ങളിൽ പഠിച്ചതാണ്, ഒരു പദത്തിൻ്റെ അവസാനത്തെ അക്ഷരം യൂത് വരികയും ആ യൂതിനും അതിൻ്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിനും സ്വരമില്ലാതിരിക്കുകയും ചെയ്താൽ ആ യൂത് ഉച്ചരിക്കുന്നില്ല. ഇത് മൽക്ക് എന്ന് തന്നെയാണ് ഉച്ചരിക്കുന്നത്. എൻ്റെ രാജാവ്, മൈ കിങ്. കോമൺ ആണ്, ഉഭയലിംഗമാണ്. പുല്ലിംഗത്തിനും സ്ത്രീലിംഗത്തിനും വേറെ പദം ഇല്ല. മൽക്കാൻ, അവർ കിങ്, ഞങ്ങളുടെ രാജാവ്. ഇത് പ്രിപ്പോസിഷൻസിനോടും ചേർത്ത് നമുക്ക് നോക്കാം. ആദ്യം മെന്നിനോട് മെൻ, അവസാനത്തെ യൂത് ശ്രദ്ധിക്കുക. ഫ്രം മീ, എന്നിൽ നിന്ന്. മേനാൻ, ഫ്രം അസ്, ഞങ്ങളിൽ നിന്ന്. നീ അമ്മിനോട് അവസാനം യൂതുണ്ട്, എൻ്റെ കൂടെ, വിത്ത് മീ. ആമാൻ, ഞങ്ങളുടെ കൂടെ, വിത്ത് അസ്. ഇനി വിഭക്തികളോട് ബേത്തിനോടും ലോമാദിനോടും ചേർന്ന് നമുക്ക് നോക്കാം. ലീ, എന്നോട്, എന്നെ, എനിക്ക്. ടു മീ, ഫോർ മീ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വിഭക്തികളോട് ചേർക്കുമ്പോൾ ലോമതും യൂതും തന്നെ ഇട്ടാൽ അതിന് ഉച്ചാരണമില്ല, ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉച്ചാരണം കിട്ടാൻ വേണ്ടി ഈ എന്ന സ്വരം കൊടുക്കും. ഇത് വിഭക്തികൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. വേറെ ഒന്നിനോടും ഇങ്ങനെ ചെയ്യുന്നില്ല. വിഭക്തികളോട് മാത്രം ഈ എന്ന സ്വരം കൊടുക്കുന്നു. ഫസ്റ്റ് പേഴ്സൺ സിംഗുലറിൽ. ലാൻ,
ടു അസ്, ഫോർ അസ്. ഇനി ബേത്തിനോട് ചേർക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെയും ബേത്തിന് ഇ എന്ന സ്വരം ഫസ്റ്റ് പേഴ്സൺ സിംഗുലറിൽ കൊടുക്കുന്നു. ബി, പ്ലൂറൽ ബാൻ. ഇനിയും നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. അതിൻ്റെ സമ്മറി, സംഗ്രഹം. ഒകാരാന്ത്യ നാമ സാർവനാമിക പ്രത്യയങ്ങൾ: തൃതീയ പുരുഷൻ, ദ്വിതീയ പുരുഷൻ, പ്രഥമ പുരുഷൻ. ഏഹ്, ഹൂൻ. ഓഹ്, ഹേൻ. ഓക്ക്, കൂൻ. ഏക്, കേൻ. യൂദ്, ആൻ. തൗദി, സാഗി. എല്ലാവർക്കും വളരെയധികം നന്ദി.